ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നലെ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഇന്നലെ അവധി ദിവസമാണ്. അതുകൊണ്ട് പാത്ത് ഇവിടെ കിടന്നങ്ങ് തകർക്കുവാണ് കേട്ടോ. ചെറിയൊരു ചുമയുണ്ട്. ഈ കാലാവസ്ഥയുടെ ആണോ എന്നറിയത്തില്ല, തൊണ്ട കുത്തി ചുമയ്ക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ 6-നും 7-നുമാണ് കേട്ടോ ഇവരുടെ സ്കൂളിലെ വാർഷികാഘോഷം. അപ്പോൾ അതിന് ഡാൻസും ഒക്കെ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കളിയാണ് കേട്ടോ. ഇന്നലെ അപ്ലോഡ് ആക്കേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ. എന്നാലും എനിക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടി. ചാവാഞ്ഞത് ഭാഗ്യമെന്ന് പറഞ്ഞതുപോലെ പിന്നെ വിറക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിറകെടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ തൊട്ട് അടുത്തുള്ള ഒരു റബ്ബറും തോട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ശരിക്കും ഇങ്ങനെ വട്ടവിറകുണ്ടല്ലോ, വട്ടവിറക് വെട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കത് വേണ്ട, ഉടമസ്ഥനത് വേണ്ട. അപ്പോൾ അവരത് കളഞ്ഞേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ളൊരു വിറകൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ മതി, നമുക്ക് ആവശ്യം പോലെ കിട്ടും. അങ്ങനെ പോയതാണ് കേട്ടോ. പക്ഷേ നായ്ക്കുരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നായ്ക്കുരണം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മൊത്തം ചൊറിഞ്ഞ് വാരും കേട്ടോ. അപ്പോൾ അത് ഉണക്കാണെങ്കിൽ നല്ല ഉണക്കല്ലേ, ഇപ്പോൾ ഉണങ്ങി പയർ പോലെ ഇരിക്കും. അത് നമ്മുടെ ഇടംപിരി വലംപിരി പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലുള്ള പയറാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടം. എന്ന് വെച്ചാൽ ചൊറിയും, ഭയങ്കര ദേഹമൊക്കെ നമ്മുടെ ചൊറിഞ്ഞിങ്ങനെ തടിച്ച് വരും. ആ വിധത്തിലാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾ മുന്നേ വരെ അതിങ്ങനെ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നേ. ഇന്നലെ ഒന്നും ഓർക്കാതെ പോയി വിറക് പറക്കിയതാണ്. വന്നപ്പോഴത്തേക്കും എൻ്റെ ദേഹമൊക്കെ ഒരു കൊട്ടയുണ്ടായിരുന്നു. കാരണം ചൊറിഞ്ഞ് വാരി ചത്തെന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എത്തിയത് തന്നെ എന്തോ ഭാഗ്യം, വീടെത്തിയത് തന്നെ എന്തോ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്നെ മാത്രമേ ഞാനാണ് ആ വിറകിൽ കിടന്ന് വിറകിയ ആൾ. അതിപ്പം ഇങ്ങനെ പറക്കി മുകളിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് വെട്ടിപ്പറക്കിയാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരുപാടങ്ങ് കുഴിയിലോട്ടാണ് കേട്ടോ. ഒരുപാടങ്ങ് താഴെ പോകണം. ഇതൊരു കുറച്ചും കൂടെ ഉയരത്തിലല്ലേ, അപ്പോൾ കുറേ അങ്ങ് താഴെ പോകണം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെട്ടിപ്പറക്കി കൊണ്ട് വന്ന് എൻ്റെ പൊന്നെ ചൊറിഞ്ഞ് വാരി എൻ്റെ ഊപ്പാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചൂട് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ പിറമൊക്കെ കഴുകി അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ ആ ഒരു അവസ്ഥ എൻ്റെ. അപ്പോൾ ഇന്നലെ എനിക്ക് എനിക്ക് പ്രാന്തായിരുന്നു കേട്ടോ. പിന്നെ ചൊറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒന്നും അങ്ങോട്ട് പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ വീഡിയോ എടുപ്പ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. നല്ലൊരു പണി ഇന്നലത്തെ ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരുവിധം ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വിറകിന് വേണ്ടി പോയത്. അപ്പോൾ തീരെ വിറകില്ലാത്തത് കൊണ്ടാണ് ഇന്നലെ പോയത്. നമ്മൾ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമ്മളെ രാവിലത്തെ പരിപാടിയിൽ നിൽക്കാം കേട്ടോ. രാവിലെ ഇഡ്ഡലിയും ചമ്മന്തി കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരി അടുപ്പിലിടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം വെള്ളമൊക്കെ അവിടെ തിളച്ച് കിടപ്പുണ്ടായിരുന്നേ. അങ്ങനെ അരിയൊക്കെ കഴുകി അതും കൂടെ റെഡിയാക്കി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ റമളാനായിട്ട് എന്താണ് നിങ്ങളുടെയൊക്കെ പരിപാടി? റമളാനിങ്ങ് കയറി വന്നില്ലേ നമ്മുടെ വീട്ടുമുറ്റത്ത്? അപ്പോൾ എന്തായി അതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും? ഇവിടെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് അടുക്കള കുറച്ചുകൂടെയൊക്കെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ. സ്റ്റാൻഡൊന്നും ഒരു കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അതും കൂടെയൊക്കെ ഒന്ന് റെഡിയാക്കി, അടുക്കള മാത്രം ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ഇടയ്ക്ക് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. വലയെടുപ്പും കഴിവും പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുടക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറേ പാത്രങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടപ്പുണ്ടായിരുന്നേ. വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തലേന്ന് രാത്രി തന്നെ എല്ലാം, സാധാരണ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ എല്ലാം കഴുകി പറക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന പാത്രങ്ങളൊക്കെ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ തലേന്നൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി വെക്കത്തുള്ളൂ. കിട്ടപ്പുറമൊന്നും അങ്ങനെ കഴുകി വൃത്തിയാക്കി ഇടാറൊന്നുമില്ല കേട്ടോ. കാരണം വെള്ളം വളരെ കുറവാണല്ലോ. നമുക്ക് ഇടയ്ക്കൊന്ന് വെള്ളം അവർ തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിലും ലൈൻ പൈപ്പിൽ ഇടയ്ക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പം കുറച്ചുകൂടെ പണിയൊക്കെ കിടപ്പുണ്ടെന്ന്, ബാലൻസ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ നമുക്കിനി വെള്ളം കിട്ടത്തുള്ളൂ. ആ വെള്ളം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ വെള്ളം കുറേയൊക്കെ പന്ന വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ വന്നത്, അതായത് ഒരു ദിവസം ഫുൾ അവർ തുറന്നും കിട്ടിയിരുന്നു. അപ്പം കുറേയൊക്കെ വന്നുകൊണ്ടിരുന്ന വെള്ളം ഒരുവിധം കുഴപ്പമില്ല. നമുക്ക് കഴുകുകയും തുണി കഴുകുകയും പാത്രം കഴുകുകയും വീടിനകം കഴുകുകയും ഇറക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കുടിക്കാൻ മാത്രം കൊള്ളത്തില്ലെന്നേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം നമ്മൾ ശേഖരിച്ച് വെച്ചത് കൊണ്ട് ആ വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളെ ഇങ്ങനെ കുടിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരത്തുള്ളായിരുന്നേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം നമുക്ക് മോട്ടറിൽ കയറ്റാൻ വേണ്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ
കുറച്ച് വെള്ളം മോട്ടറിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഇല്ലയെന്ന് പറഞ്ഞിട്ട് മോട്ടറിൽ വെള്ളം കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ പൈപ്പ് തുറന്നപ്പോൾ വെള്ളം വന്നത് എങ്ങനെയാണ്. അത് 2 ദിവസം നമ്മളിങ്ങനെ ഒരുപാട് വെള്ളം നമ്മളതിൽ നിന്ന് പിന്നെ കോരക്കം ഇല്ലായിരുന്നല്ലോ. 2 ദിവസമായിട്ട് നമുക്ക് വെള്ളം വേറെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം കിണറിൽ നിന്ന് കോരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോഴത്തേക്കും കുറച്ച് വെള്ളം നമുക്കതിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മോട്ടറിൽ അടിച്ചതാണ്. അപ്പോൾ നല്ല വെയിൽ വരെയല്ലേ, നമ്മൾ കോരിയാലും കോരിയില്ലെങ്കിലും വെള്ളം ഉള്ളത് വറ്റിപ്പോവും. അങ്ങനൊരു സംഭവമാണ്. നല്ല വെള്ളത്തിന് ക്ഷാമമുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും വെള്ളം വറ്റിപ്പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം മോട്ടറിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്തായാലും, അതായത് ഇന്നലെയൊന്നും നമുക്ക് മോട്ടറിൽ അടിക്കാനൊന്നുമില്ല, കോരി തന്നെ എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കളയിൽ കഴുകലും പറക്കലും ഒക്കെ കഴിഞ്ഞു. തിട്ടപ്പുറമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഞാൻ വെട്ടിക്കൊണ്ടിട്ട വിറകുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെട്ടിപ്പറക്കി വെച്ചില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ കുറച്ച് വിറകൊക്കെ അടുക്കളയിലോട്ട് വെട്ടി സ്ലാബിനടിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ഈ വരാന്തയില്ലല്ലോ, വിറക് വെക്കാനുള്ള വരാന്തയൊക്കെ പൊളിഞ്ഞു പോയ ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയൊരു വരാന്ത ഉണ്ടായിരുന്നു. നമ്മൾ ആടൊക്കെയുള്ള സമയത്ത് ആടിനെയൊക്കെ കിട്ടുന്നൊരു കൂടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു വിറക് വെച്ചുകൊണ്ടിരുന്നതും. തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കാനൊക്കെ ഇടാം, നമുക്ക് മഴയൊക്കെ ഉള്ള സമയത്ത് ഉണക്കാനൊക്കെ ഇടാം. അതങ്ങ് പൊളിഞ്ഞു വീണില്ല. അപ്പോൾ മഴ പെയ്യോ ഇല്ലയെന്ന് അറിയത്തില്ല കേട്ടോ. ഇന്നലെ ശിവരാത്രി ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴയൊന്ന് ചാറിയിട്ടുണ്ടായിരുന്നു, ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള വിറകൊന്നും നനഞ്ഞ് പോകണ്ടെന്ന് കരുതിയിട്ട് എല്ലാം പറക്കി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നല്ല കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കാറ്റുണ്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. മുറ്റം അടിക്കാനുണ്ടായിരുന്നു. ഈ ഭാഗമൊക്കെ വൃത്തികേടായി കിടക്കുകയാണ്, കുറേ കരിയിലേക്ക് കയറി കിടക്കുകയാണ്. പക്ഷേ നമുക്കവിടെ അടിച്ചു വരാനായിട്ട് പറ്റത്തില്ല, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് അടിച്ചു വാരിയിട്ടാലും ചവറൊക്കെ വീണ്ടും നമ്മൾ തൂത്തെടുത്ത് തന്നെ വന്ന് കിടക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ കയറിപ്പോവാന്ന് വിചാരിച്ചു. അപ്പോൾ പാത്തിൻ്റെ കൂടെ തന്നെ ഇറങ്ങി വന്നു കേട്ടോ. ആദ്യം ഇട്ടിരുന്ന ഡ്രസ്സൊന്ന് മാറ്റിയത് പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേക്കും മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ചുമയും കൂടെ ആയതുകൊണ്ട് ഞാനങ്ങ് മാറ്റി കൊടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ അവിടെ പൂച്ച കയറിയപ്പോഴത്തേക്കും അതങ്ങോട്ട് നോക്കാനായിട്ട് പോവുക. അപ്പോൾ അതിനകത്തൊരു പൂച്ച കുഞ്ഞും കൂടെ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ വലിയ പൂച്ചയുടെ കുഞ്ഞും കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ നോക്കാൻ പോയതാണേ. ഞാൻ അവിടെ കിടന്ന് വിളിച്ചിട്ടും വരുന്നതൊന്നുമില്ല. ആൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടേ കയറി വരത്തുള്ളൂ. എനിക്കാണെങ്കിൽ പേടിയാട്ടോ, അള്ളോ എന്നൊക്കെ ഇങ്ങനെ മാന്തോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് എനിക്ക്. ഇടയ്ക്കൊരു പണിയൊക്കെ തന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണേ. അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തേക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാപ്പി ഞാനങ്ങ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോഴത്തേക്കും കുറച്ച് കൊഞ്ചിരിപ്പുണ്ട്. അതുപോലെ പീര എന്ന് പറയുന്ന ഉണക്കമീനുണ്ടല്ലോ, മീൻ ഉണക്കിയത്. അപ്പോൾ അതും ഒരു കവറ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ അവിയലിൻ്റെ കൂട്ടത്തിലിടാമെന്ന് വിചാരിച്ചു. ഇവിടെ പച്ചക്കറിയുടെ കൂട്ടത്തിൽ അവിയൽ വെക്കുമ്പോൾ കുറച്ച് ഉണക്കമീൻ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ വെക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ കാണിച്ച പയറുണ്ടല്ലോ, അത് അമരപ്പയർ എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് തുവരപ്പയറല്ലേ, എന്തോ തുവരപ്പരിപ്പല്ല, കൊത്തമര ആണ് അത്, അമരപ്പയറല്ല കേട്ടോ. എനിക്കിത് രണ്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമരപ്പയറെന്നേ എനിക്കിതിൻ്റെ പേര് അറിയത്തുള്ളൂ. ഇതിൻ്റെ പേര് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അമരപ്പയർ എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് കേട്ടോ. കൊത്താമര എന്ന് അതിൽ കമൻറ്റ് കണ്ടായിരുന്നു. എനിക്കറിയത്തില്ല കൊത്താമര എന്തുവാന്ന് പോലും എനിക്കറിയാൻ വയ്യ കേട്ടോ. ഇതിൻ്റെ പേര് ഇനി കൊത്താമര ആണോ എന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇത് അമരപ്പയറാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടെയൊക്കെ ഒന്ന് കായും ഉരുളക്കിഴങ്ങും കുറച്ച് അമരപ്പയറും ഒക്കെ എടുത്തിട്ടുണ്ട് അവിയലിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഉണക്കമീനുണ്ടല്ലോ അതൊന്ന് ചെതമ്പലൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, കുറച്ചേ ഇടാറുള്ളൂ കേട്ടോ. ഒരു പേരിനൊരു ചെറിയൊരു ഉണക്കമീൻ്റെ ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട്. അത് പച്ചക്കായിട്ടിട്ട് വെക്കുന്നതാണ്, അവിയൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാനിതിൽ അവിയലിന് കായും ഉരുളക്കിഴങ്ങും 2-3 അമരപ്പയറും ഒക്കെ ആയിട്ട് അരിഞ്ഞ് സെറ്റാക്കി കഴുകി വൃത്തിയാക്കി അത് കറിച്ചട്ടിയിലോട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണക്ക ചെമ്മീൻ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പഴങ്കഞ്ഞിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം 1-2 വെള്ളം ഒന്ന് കഴുകിയിട്ട്, 2-3 വെള്ളം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് പിന്നെ അതൊന്ന് നന്നായിട്ട് വെള്ളം മാറുന്നതിന് ശേഷം കുറച്ച് എണ്ണയിലൊന്ന് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് നമുക്കങ്ങനെ കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണികളൊക്കെ പറക്കി വന്നിട്ടുണ്ടായിരുന്നു. വടി പോലെ ആയിട്ട് ഇപ്പോഴത്തെ വെയിലിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി അലമാരിയിലോട്ട് വെച്ച് കൊടുത്തു. പിന്നെ വീടിനകമൊക്കെ ഒന്ന് തൂത്തുവാരിയിട്ട് ഒന്ന് തുടച്ചെടുക്കാനായിട്ട് പോവുകയാണേ. ഞാൻ പറഞ്ഞില്ലേ നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ പൊടിയാണ് കേട്ടോ, നിറച്ച് പൊടിയാണ്. നമ്മൾ എത്ര തൂത്താലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊടി കയറിയിട്ട് കിടക്കുന്നത് പോലെ കിടക്കും കേട്ടോ. നമ്മൾ തൂക്കാതെ കിടക്കത്തില്ലേ, അതുപോലെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും പൊടി കിടക്കുന്നെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് പൊടിയുണ്ട്.
അപ്പോൾ അവിടേക്കൊന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് ഞാൻ അവിടേക്കൊന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോഴത്തേക്കും കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി അതിനും അരപ്പും കൂടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്, പിന്നെ ചീനി ഇന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചയൂണൊക്കെ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ അല്ല, ഇന്നലത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.